മുമ്പ് ഓൺലൈനായിട്ട് വാങ്ങിച്ച മീറ്ററാണിത്. ടെമ്പറേച്ചർ നോക്കും, ഹ്യൂമിഡിറ്റി നോക്കും, ക്ലോക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്, പല ഫങ്ഷനും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ റൂമിലെ ഹ്യൂമിഡിറ്റി എത്ര ഉണ്ടെന്ന് നോക്കി. അതായത് എൻ്റെ റേഡിയോ ഷാക്കാണ് സ്ഥലം. അപ്പോൾ നോക്കുമ്പോൾ 99% ഉണ്ട് ഈർപ്പം. എന്ന് വെച്ചാൽ മഴക്കാലമല്ലേ, മഴക്കാലത്ത് നമ്മൾ ഈർപ്പം കൂടുതൽ കാണാറുണ്ട്. പിന്നെ ഇത് എന്താണ്, പൂപ്പലൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എ സി ഒന്ന് ഓണാക്കി നോക്കി. എ സി ഓണാക്കേണ്ട ആവശ്യമില്ല, മഴക്കാലത്ത് നല്ല തണുപ്പാണ്. അല്ലാണ്ട് തന്നെ ഇപ്പം നോക്കിയോ, ഈർപ്പം കുറഞ്ഞു വരണുണ്ടോ, 94ആയി, 99. അത് കുറച്ച് സമയമായിട്ടുള്ളൂ, 1 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ കുറഞ്ഞു. ടെമ്പറേച്ചർ അങ്ങനെ കുറഞ്ഞിട്ടില്ല, 27.2 കാണിക്കുന്നത്. ആദ്യം 27.1 അത് പക്ഷേ വലിയൊരു കണക്ക് കൂട്ടാനില്ല, ഒരിത്തിരിയല്ലേ കൂടിയിട്ടുള്ളൂ. ഞാൻ ഫാനും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, എന്നാലേ റൂമിൽ എയർ സർക്കുലേഷൻ ശരിയായിട്ട് പെട്ടെന്ന് കാര്യങ്ങൾ കാണുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിൽ കണ്ടുവരാൻ ചിലപ്പോൾ കുറേ നേരം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഫാനും കൂടെ ഓണാക്കിയത്. അപ്പോൾ ഇതിൽ മുമ്പൊക്കെ ഞാൻ നോക്കിയിട്ടുള്ളപ്പോൾ പഴയൊരു മീറ്റർ ഉണ്ടായിരുന്നു എനിക്ക് കുറേ കാലം മുമ്പ്. ഇതിലും ഫാസ്റ്റായിട്ട് കുറയാറുണ്ടായിരുന്നു. അത് മിക്കവാറും കാലാവസ്ഥ വ്യത്യാസം ഉണ്ടാവും. നല്ല മഴക്കാലത്തായിരിക്കില്ല നോക്കിയത്, അതുകൊണ്ടായിരിക്കാം എനിക്ക് അന്ന് കുറേയും കൂടെ സ്പീഡിൽ കുറയുന്നതായിട്ട് കണ്ടത്. ഇതപ്പോൾ പിന്നെയും കുറഞ്ഞു. ഇപ്പോൾ ഊഷ്മാവ് അത്ര കുറഞ്ഞിട്ടില്ല, ഇപ്പോഴും 27.2. എ സിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് 24 ഡിഗ്രിയാണ്. പക്ഷേ 24 ഡിഗ്രി സെൻറ്റിഗ്രേഡ് റൂമിലാവാൻ കുറച്ച് സമയം എടുക്കും. ചെറിയ റൂമാണെങ്കിലും അതിന് കുറച്ച് സമയം എടുക്കുമല്ലോ എ സി തണുത്ത് വരാൻ. അപ്പോൾ തണുക്കണതിൻ്റെ മുമ്പ് തന്നെ ഈർപ്പം കുറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നല്ലേ, അപ്പോൾ വായു തണുക്കുമ്പോൾ വായുവിൽ അതിൻ്റെ ഡ്യൂ പോയിൻ്റ് എന്ന് പറയും, കൂടുതൽ നീരാവി ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു പോകും വായുവിന് തണുക്കും തോറും. അപ്പോൾ നീരാവിയിൽ നിന്ന് വെള്ളമായി മാറും വായുവിലുള്ള നീരാവി. അത് എയർ കണ്ടീഷണറിൻ്റെ കൂളിംഗ് കോയിലിൻ്റെ അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കണം, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അത് പതുക്കെ അവിടെ തുള്ളി തുള്ളിയായിട്ട് വീണിട്ട് എയർ കണ്ടീഷണറിൻ്റെ ഡ്രെയിനിൽ കൂടെ പുറത്തേക്ക് പോകും. അങ്ങനെയാണ് റൂമിലെ നീരാവിയുടെ അളവ് ഈ എയർ കണ്ടീഷണർ കുറയ്ക്കുന്നത്. അങ്ങനെ വലിച്ചെടുത്ത് നമുക്ക് റൂമിലെ ഹ്യൂമിഡിറ്റി അഥവാ ഈർപ്പം നല്ലോണം കുറയ്ക്കാൻ പറ്റും, കുറച്ച് നേരം എയർ കണ്ടീഷണർ റൺ ചെയ്യുമ്പോഴേക്കും. ഇപ്പോൾ ഇതാ ടെമ്പറേച്ചർ കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, തുടക്കത്തിലുള്ള ലെവലിലെത്തി. 27.1 കാണുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഹ്യൂമിഡിറ്റി ഇതാ 99-ന്ന് 89% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറയും, കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുറയും. ഇപ്പോൾ 3 മിനിറ്റിലാണ് 89 കുറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ടെമ്പറേച്ചർ നോക്കിയാൽ തുടക്കത്തിലുള്ള ടെമ്പറേച്ചർ തന്നെയാണ് 27.1.